ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് റിയാക്ഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യേണ്ട സമയം കിട്ടുമെന്ന് പോലും അറിയത്തില്ല. എന്തിനേറെ പറയുന്നു, ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ പോലും ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളിത് പാർട്ട് ബൈ പാർട്ടായിട്ട് ഷൂട്ട് ചെയ്ത് പിന്നെ ഇത് ഒന്നിച്ച് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ നൽകി അപ്ലോഡ് ചെയ്യണ ഒരു സമയം വേണ്ടേ. അത് മിക്കവാറും ഇന്ന് കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസമാണ്. അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ ഒരുങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഒരുക്കമെന്ന് പറയാനായിട്ട് അധികമൊന്നുമില്ല. രാവിലെ കുളിച്ചു, മുണ്ടും ഷർട്ടും എടുത്തിട്ടു, തലയൊന്ന് ചീകി, അത്രമാത്രം. അതിൽ കൂടുതൽ ഒരുക്കവും കാര്യങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല. എന്തിനേറെ പറയുന്നത്, പൗഡർ പോലും ഞാൻ ഇടാറില്ല. അത് എൻ്റെ ഒരു നേച്ചറാണ്. എനിക്കതിനോടൊന്നും താല്പര്യമില്ല. എന്നാലും രാവിലത്തെ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അപ്പം തന്നെ ഒരു ആശ്വാസം. നല്ല തണുത്ത വെള്ളത്തിലായിരുന്നു. സാധാരണ ഇത് ഈ ചൂടുവെള്ളത്തിലാണ് ഈ കുറച്ച് നാളായിട്ട് കുളിച്ചോണ്ടിരുന്നത്. ഇന്നൊരു വെറൈറ്റിക്കൊന്ന് മാറ്റി പിടിച്ചതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വല്ല പനി വരുമെന്നൊന്നും അറിയത്തില്ല. പനി വന്നാൽ ഒരു മരുന്നും കൂടി കഴിക്കുന്ന കൂടും, അത്രമാത്രമേ ഉള്ളൂ. കാരണം ഇപ്പം തന്നെ എൻ്റെ ഭക്ഷണം പോലെയായി മരുന്ന്. പിന്നെ ആയുർവേദമായ കാരണം അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകുന്നുണ്ട്. ഇനി എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് വേറൊന്നുമല്ല കേട്ടോ, ചോറ്, മീൻകറിയും ബീട്രൂട്ടും. എനിക്ക് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ചോറ് കിട്ടിയ അത്രയും സുഖം വേറെ ഭക്ഷണത്തിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ നേരത്തെയൊക്കെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നേരമായിരുന്നു കഴിക്കുന്നത്. ഒന്നെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കും, അല്ലെങ്കിൽ വൈകിട്ട് കഴിക്കും. ഒരു നേരം ഭക്ഷണം കഴിപ്പ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ എൻ്റെ ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ശേഷമാണ് ഞാനിപ്പോൾ 3 നേരം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ കുറേയധികം ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഇപ്പം ഓക്കെ ആയിട്ടുണ്ട്. ഭക്ഷണം കഴിപ്പും വെള്ളം കുടിയൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് അറിയത്തില്ല. കാരണം നേരത്തെ കഴിച്ചു. അല്ലെങ്കിൽ ഞാൻ കഴിയുമ്പോൾ ഒരു 11 മണിയൊക്കെ ആവും വരുന്നത്, രാവിലത്തെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക്. അങ്ങനെ ഫുഡ് കഴിപ്പെല്ലാം കഴിഞ്ഞ് നേരെ പുറത്തോട്ടിറങ്ങി നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നോക്കുക. ഇത് എൻ്റെ ബോൺസായി കളക്ഷൻ. ഇതൊക്കെ ഞാൻ ഓരോ മരത്തിൽ നിന്നും ആൽത്തറകളിൽ പോയൊക്കെ വലിച്ചിറക്കി പറിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ഇത് കുറച്ച് ഓർക്കിഡിൻ്റെ കളക്ഷൻസൊക്കെ, പിന്നെ കറ്റാർ വാഴ, പിന്നെ കുറച്ച് താമര, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് നമുക്ക്. ഇതെല്ലാം താമരകളാണ്. പിന്നെ ആമ്പലുണ്ട്, പിന്നെ കുറച്ച് 10 മണി ചെടിയുണ്ട്, പിന്നെ 2 പൂച്ചക്കുട്ടന്മാരുണ്ട്, 2-3 കോഴികളുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. അങ്ങനെ ഇതെല്ലാം പറ്റിയത് ശ്രദ്ധിച്ചത് മറ്റൊന്നുമല്ല, എഡിറ്റ് ചെയ്ത് മാറിപ്പോയി. ചെറിയൊരബദ്ധം പറ്റി. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടേൺ വരുന്ന ഓട്ടോയിലെ ദൃശ്യങ്ങളും കൂടി ഇങ്ങനെ ഇടയ്ക്ക് കയറി വന്നായിരുന്നു. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പോഴുള്ള കാര്യങ്ങളാണ്. അമ്മയ്ക്ക് കുറച്ച് തേങ്ങ മേടിക്കണം പോയി. അങ്ങനെ ഞങ്ങൾ തേങ്ങ മേടിക്കാൻ പോയി. ഏകദേശം 145 രൂപയായി 2.5 കിലോ തേങ്ങ. അത് കഴിഞ്ഞാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത്. തിരിച്ച് ഓട്ടോയിൽ വരുന്ന ദൃശ്യങ്ങളായിരുന്നു ഇടയ്ക്ക് കയറി വന്നത്. പിന്നെ അതിനുശേഷം വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കുറച്ച് എല്ലുപൊടി, താമരയുടെ ആമ്പലിൻ്റെ ഒക്കെ ചവിട്ടിയിടാണ്ടുണ്ടായിരുന്നു. അന്നേരം അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളിലേക്ക് ഞാൻ കടന്നു. കണ്ടല്ലേ, ബെൽറ്റ് ഇട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. വേറെ വഴിയൊന്നുമില്ല. ഇരിക്കണമെന്നുണ്ടെങ്കിൽ ബെൽറ്റ് ഇടണം, ഇല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. നിൽക്കാനോ നടക്കാനോ ഒന്നും ബെൽറ്റിൻ്റെ സപ്പോർട്ട് എനിക്ക് ആവശ്യമില്ല. ഇരിക്കണമെങ്കിൽ ബെൽറ്റ് ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. അങ്ങനെ പപ്പ മേടിച്ച് വെച്ചിരിക്കുന്ന പത്രം വലിച്ചു കീറി എല്ലുപൊടി അതിനകത്തോട് നിറയ്ക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്.
അപ്പോൾ ഇത് താമരയ്ക്കൊക്കെ ഞാൻ ഇടുന്ന എല്ലുപൊടിയുടെ അളവാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഒരു പേപ്പർ എടുക്കുക, അതിനകത്ത് ഇത്ര ഒരു അളവിന് എല്ലുപൊടി ഇടുക, ഇതങ്ങോട്ട് മടക്കുക. അങ്ങനെ മടക്കി നേരെ നമ്മൾ താമരയുടെ ചുവട്ട് താഴ്ത്തി വെക്കണം മണ്ണിനകത്ത്. അതെങ്ങനെ വെക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ആമ്പലിനും താമരയ്ക്കും എല്ലാം കൂടിയായിട്ട് നമ്മളിങ്ങനെ ന്യൂസ് പേപ്പറിനകത്ത് എല്ലുപൊടി മടക്കി വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഓരോന്നിനകത്ത് വെക്കാം. ഇവിടെ ഒരു ചെറിയ പൂട്ടിനകത്ത് ആമ്പൽ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, ആമ്പലിനാകുമ്പോൾ സൈഡിലോട്ട് മണ്ണിനകത്ത് ഇറക്കി വെക്കുക. ഇതിപ്പോൾ ചെറിയ പോട്ട കാരണം പൂട്ടിൻ്റെ അടുത്ത് തന്നെ വരും, അത് ചെടിയുടെ ചൂട്ടിൽ തന്നെ വരും. പിന്നെ താമരയുടെ ആകുമ്പം താമര സൈഡിൽ നടന്ന കാരണം പോട്ടിൻ്റെ സെൻറ്ററിൽ മണ്ണിനകത്തോട്ട് ഈ എല്ലുപൊടി താത്ത് വെക്കുക. ഇനിയിപ്പോൾ നമുക്കിവിടെ ഉള്ള ബോൺസായുടെ എല്ലാം ചൂട്ടി എല്ലുപൊടി ഇടുന്നതാണ്. അതിന് മണ്ണൊന്ന് ഇളകി കൊടുത്തിട്ട് ശകലം എല്ലുപൊടി അതിൻ്റെ ചുവട്ടിടുക. എല്ലുപൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ചിലതിനൊക്കെ ആസിഡിനകത്ത് ദ്രവിപ്പിച്ച എല്ലുപൊടി ഉണ്ട്, അതിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടി കത്തിപ്പോവും. അത് കാരണം സ്ഥിരം മേടിച്ച് ഇടുന്ന എല്ലുപൊടി മാത്രമേ ഇടാവുള്ളൂ. പുതിയ കമ്പനിയുടെ ഒന്നും മേടിച്ചിടല്ലേ. നമ്മൾ യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ചെടികൾക്കൊക്കെ അപ്ലൈ ചെയ്യാവുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നടുവേദന എടുത്തിട്ട് നിരത്ത് കിടക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ കടന്നുകൊണ്ടിരുന്നപ്പോൾ അതേ അടുത്ത മഴയും വന്ന്. അങ്ങനെ അതിൻ്റെ മഴ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഴ വന്നതിൽ ഉപകാരമായി. ഇനിയിപ്പോൾ ആ എല്ലുപൊടിയെല്ലാം ഒന്ന് മണ്ണിനകത്ത് മിക്സ് ആയിക്കോളും. അപ്പോൾ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.